നമസ്കാരം. ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കുറേ ദിവസമായില്ലേ രാഷ്ട്രീയമായിട്ട് കളിക്കുന്നു? അല്ല, അത് പല സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. നിങ്ങളെന്താ മറുനാടൻ മലയാളി എന്നുള്ള അർത്ഥത്തിലല്ല, മൊത്തത്തിൽ വിശാലമായ മാധ്യമങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് ചർച്ച ചെയ്യുന്ന വിഷയം സത്യം പറഞ്ഞാൽ വന്നു ഇപ്പം ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് എനിക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പറയുന്ന പല കാര്യങ്ങൾ. അല്ല, കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സാധാരണക്കാരന് മനസ്സിലാവാത്ത അവസ്ഥയിൽ എത്തി. അതാണ് റാം മാധവനെ കണ്ടിരിക്കുന്നു. എ ഡി ജി പി റാം മാധവനെ കണ്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. റാം മാധവ് BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ RSSന്റെ ഒക്കെ അതിശക്തനായ ഒരു തന്ത്രജ്ഞനാണ്. അപ്പം റാം മാധവനെ കണ്ടെങ്കിൽ എന്തോ അതിനകത്ത് ഗുട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ചർച്ച ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് ഈ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഒന്നും നടത്താം. കാരണം നമുക്ക് ഈ കേരളത്തിൻ്റെ വികസനം നമ്മുടെ എക്കാലത്തെയും നമ്മുടെ സ്ഥാപനത്തിൻ്റെ തന്നെ നമ്മളൊരു മോട്ടോയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും കേരളത്തിൻ്റെ ഒരു വികസനം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾ, രാഷ്ട്രീയം നമുക്ക് ആവശ്യമില്ലെന്നല്ല, രാഷ്ട്രീയം തന്നെയാണ് നമ്മുടെ പ്രധാന കാര്യം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അക്കാര്യത്തിൽ നമ്മൾ ഈ ഓവറായി അത് കാണിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ മടുപ്പ് വരുന്നുള്ള അതെന്താണെങ്കിലും അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദോശയാണ്, പക്ഷേ 360 ദിവസം ദോശയായി കഴിഞ്ഞാൽ മടുപ്പില്ലേ? അതുപോലെ നമുക്ക് കുറച്ച് കേരളത്തിൻ്റെ വികസന വിഷയങ്ങൾ, കേരളത്തിന് മറ്റു ബാധിക്കുന്ന, കേരളത്തെ സാധാരണക്കാരൻ ബാധിക്കുന്ന ഓണം വരുന്നു, ഒരുപാട് കാര്യങ്ങൾ, വിലക്കയറ്റം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാവരും മറന്നു പോകുന്നു. ഒരു പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും ഇത്തരം വിവാദങ്ങൾ വരുന്നത്. കാരണം യാഥാർത്ഥ്യത്തിൽ നിന്ന് ജനങ്ങൾ, അതെ, നമ്മുടെ സാമ്പത്തിക അവസ്ഥ അതിഗുരുതരമായ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസവും 4000 കോടി രൂപ ഇനിയിപ്പോൾ കടമെടുക്കണം, ഓണം ആഘോഷിക്കേണ്ട സർക്കാർ. അതെ, അപ്പം ആകെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ആ പ്രതിസന്ധികൾക്കിടയിലും ഈ ചില നേട്ടങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും കാണുന്നത്. ചേട്ടാ, ഒറ്റ കാര്യം ചോദിക്കാം, ചേട്ടന് ഒരു 1 കോടി രൂപ കിട്ടിയ ചേട്ടൻ ഒരു വ്യവസായം തുടങ്ങുമോ? ബാങ്കിലിടും. കേരളത്തിൽ ഇന്നത്തെ നിലവിലെ അവസ്ഥയിൽ വ്യവസായം തുടങ്ങാൻ പോവുകയാണെങ്കിൽ എനിക്ക് തല്ലും കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്റെ പൈസയും പോവും, തല്ലും കൂടെ കിട്ടും. തല്ലും കിട്ടും. അവിടെ ഒന്ന് കൊടി പിടിച്ച് കുത്തിയിരിക്കും, ആകെ പ്രശ്നമാകും. അവസാനം കൊല്ലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രവാസി വ്യവസായിക്ക് പറ്റിയ പോലെ തൂങ്ങിച്ചാവേണ്ടി വരും. ആന്തൂര്, കണ്ണൂർ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോഴും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ എല്ലാം മാറി. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം, നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. വ്യവസായങ്ങൾ ഇങ്ങനെ ഇവിടെ നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട വ്യവസായ മന്ത്രി P. രാജീവ് പറയുന്നത്. അദ്ദേഹം പറയുമ്പം കുറച്ച് അതിന് സാഹിത്യവും കുറച്ച് സൈദ്ധാന്തിക ഭാഷയൊക്കെ ഉപയോഗിച്ച് പറയും. അത് കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കും ഇതിവിടെ ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്നതാണ്. നമുക്ക് പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ വാർത്ത. ചേട്ടാ, പുരസ്കാരം ലഭിക്കണം. ഈ പുരസ്കാരം എന്ന് പറയുന്ന സംഭവം എന്താണ്? പുരസ്കാരം ലഭിക്കണമെങ്കിൽ കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനമാണ്, ചേട്ടൻ ഒരു സ്റ്റോറി ചെയ്തു, അതിന് പുരസ്കാരം ലഭിക്കണമെങ്കിൽ ചേട്ടൻ ചെയ്ത സ്റ്റോറി ഏതെങ്കിലും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്ക് ആ അവാർഡ് കമ്മിറ്റി, അത് സർക്കാരായാലും പ്രൈവറ്റ് ആയാലും, ഒരു മാനദണ്ഡം അല്ലെങ്കിൽ 5-6 മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അത് വെച്ച് ചെയ്താൽ വാർത്തയായി, അവാർഡായി. നമ്മുടെ നാട്ടിൽ പക്ഷേ അതിനെന്ത് ജനകീയതയാണുള്ളത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർക്ക് വർഷങ്ങളായി കിട്ടിയിട്ടുള്ള പല അവാർഡുകൾ നമുക്കറിയാം. ഇത് അവരതിനു വേണ്ടി ഫ്രെയിം ചെയ്യുന്നതാണ്. കാരണം അവർക്ക് തന്നെ അറിയാം ഇത് ഇന്ന അവാർഡുകൾ. കേരളത്തിലെ ഒരുപാട് അവാർഡുകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ തുകയുള്ള പുരസ്കാരം എനിക്ക് തോന്നുന്നത് ആദിവാസികൾ സ്റ്റോറിക്ക് അവാർഡ് കിട്ടുകയല്ല, ആ അവാർഡിലേക്ക് സ്റ്റോറി എത്തിക്കുകയാണ്. ഫ്രെയിം ഇട്ടിട്ടുണ്ട്, നമ്മൾ ഫ്രെയിമിലോട്ട് തന്നെ കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അതാണ് അവാർഡിന്റെ ഒരു പ്രത്യേകത. അത് ഏത് മേഖലയിലായാലും അങ്ങനെയാണ്. ഇവിടെ ഇപ്പം സർക്കാരിന് അല്ലെങ്കിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചു, അല്ലെങ്കിൽ ഏറ്റവും മികച്ച വ്യാവസായിക സൗഹൃദ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്നുള്ള പുരസ്കാരം ലഭിച്ചു. അതിൻ്റെ 3 ഘട്ടങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. പറഞ്ഞോട്ടെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കരുതിയിരുന്നത് ഈ സംസ്ഥാന അധ്യാപക അവാർഡുണ്ടല്ലോ, സംസ്ഥാന ദേശീയ അവാർഡിൽ അധ്യാപകർക്ക് ഇത് അറിഞ്ഞു കേട്ട് വന്ന് ഇവരെ ആദരിക്കുന്നു എന്നാണ്. പിന്നെയാണ് മനസ്സിലായത് ഇതിനും അപേക്ഷ കൊടുക്കണം. ഞാൻ അധ്യാപകനാണെങ്കിൽ ഞാൻ അതിന് അപേക്ഷ കൊടുക്കണം. അതിന്റെ സർട്ടിഫിക്കറ്റുകൾ, അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നുള്ളതിന്റെ വിശദ വിവരങ്ങളൊക്കെ തന്നെ കൊടുക്കണം. അല്ലാതെ നമ്മളെ വീട്ടിൽ നിന്നും ആരും അവാർഡിന് കൂട്ടിക്കൊണ്ട് പോകില്ല. അപ്പൊ ഇത് പറയും എന്താ ഇതിന്റെ ബാക്കിയുടെ. അതായത് ഒരു വ്യാവസായിക സൗഹൃദ സംസ്ഥാനം അല്ലെങ്കിൽ വ്യവസായങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന സംസ്ഥാനം എന്നുള്ളതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കേരളം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമല്ല, അത് പറഞ്ഞിട്ടുണ്ടോ, അവരുടെ റിപ്പോർട്ട് എന്താണ് എന്നുള്ളതാണ് ഈ അവാർഡിന് പരിഗണിക്കുന്നത്. അല്ല, നമുക്ക് പത്രത്തിൽ പരസ്യം കൊടുക്കാം പൈസ ഉണ്ടെങ്കിൽ. അതായത് 1 വർഷം കൊണ്ട് 2 ലക്ഷം സംരംഭങ്ങൾ. ഇത് എവിടുന്ന ഈ സംരംഭം? 2023-24 കാലഘട്ടത്തിൽ കേരളത്തിൽ 2 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ കേന്ദ്ര സർക്കാരിന് ഈ പുരസ്കാരം ലഭിക്കുന്നതിന്. സത്യം പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ പോലും വിശ്വസിക്കില്ല. 2 ലക്ഷം സംരംഭങ്ങൾ ഇവിടെ ഉണ്ടായി. അതായത് വലിയ വ്യവസായ സംരംഭങ്ങൾ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ സത്യം അതല്ല.
മുറുക്കാങ്കട മുതൽ ബാർബർ ഷോപ്പ്, ചായക്കട, വഴിയിൽ ഉന്തുവണ്ടിയിൽ പച്ചക്കറി കച്ചവടം, ഇവരെയൊക്കെ ഉദ്യം ആധാർ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ധനവകുപ്പിന്റെ പ്രത്യേക പദ്ധതിയിൽ, ഉദ്യം എന്ന് പറഞ്ഞാൽ ഉദ്യമം, അതായത് ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു കച്ചവടം, ഒരു കച്ചവടം, അതെന്തുമാകട്ടെ, വഴിയിൽ മറ്റേ വെയിറ്റ് നോക്കാനായിട്ട് മറ്റേ വെയിറ്റിന്റെ പ്ലാറ്റ്ഫോമായിട്ട് ഇരിക്കുന്ന ആളും ഒരു ഉദ്യം ആധാർ ഉടമയാണ്. അവരെ കൊണ്ടൊക്കെ ഉദ്യം ആധാർ എടുപ്പിച്ചു. പഞ്ചായത്തുകളും മറ്റ് ജനകീയ സ്ഥാപനങ്ങളും വഴി എടുപ്പിച്ചിട്ട് അവരുടെയൊക്കെ എണ്ണം കണക്കാക്കിയിട്ടാണ് ഈ വ്യവസായ സംരംഭങ്ങൾ ഇങ്ങനെ മണിമന്ദിരങ്ങൾ പോലെ ഉയരുന്നു എന്ന് പറയുന്നത്. അതായത് ഒരു ചെറിയ ഒരു തട്ടുകടയായാലും മുറുക്കാങ്കടയായാലും എല്ലാവരും ഉദ്യം ആധാറിൽ അംഗങ്ങളായി. അപ്പം അവരുടെയൊക്കെ ആ എണ്ണം കണക്കാക്കിയാണ് ഈ 2 ലക്ഷം എന്ന് പറയുന്നത്. ഒരു സാധാരണഗതിയിൽ ഒരു മുറുക്കാങ്കടയോ തട്ടുകടയോ എന്ത് നിക്ഷേപമാണ് ഇവിടെ നടത്തിയത്? അവർ ടാക്സ് പോലും കൊടുക്കുന്നില്ല. അപ്പം അതെങ്ങനെ വ്യവസായ സൗഹൃദ വ്യവസായമായി അല്ലെങ്കിൽ സംരംഭമായി മാറും എന്ന മറു ചോദ്യമാണ് പി രാജീവിനോടും വ്യവസായ വകുപ്പിനോടും ചോദിക്കാം. മാത്രമല്ല നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന് 3 ലെവൽ ഉണ്ടെന്നാണ്, 3 ഗ്രേഡ്. അതിൽ മൂന്നാമത്തെ ഗ്രേഡിലാണ് നമ്മുടെ കേരളത്തിന് ഈ പുരസ്കാരം കിട്ടിയെന്നുള്ളതാണ് അതിലും വിചിത്രമായ മറ്റൊരു കാര്യം. അതെ. എന്നിട്ട് ഗുജറാത്തിനോടും തെലങ്കാനയോടും ഒക്കെ ഉപമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് ചേർത്ത് വെച്ചുകൊണ്ട് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയും നൽകി. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. നമുക്കെപ്പോഴും കേരളം മുന്നിൽ തന്നെ നിൽക്കണം, ഏറ്റവും ഉയർന്നു തന്നെ നിൽക്കണം എല്ലാത്തിലും. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വ്യാവസായിക മേഖലയിലും ഒക്കെ അങ്ങനെ തന്നെ കേരളം നിൽക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും പ്രതീക്ഷയും. അതങ്ങനെ അല്ല എങ്കിൽ അതങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഈ തരത്തിൽ തള്ളു നടത്തുക. ഇത് സംഭവം നടന്നിട്ട് 1-2 ദിവസമായി ഈ പുരസ്കാരം നൽകിയിട്ട്. നമ്മൾ ഇന്ന് ഒരുപക്ഷെ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു കാരണങ്ങളിലൊന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു സംഭവമാണ്. അത് നമ്മുടെ കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ അവരുടെ സംരംഭത്തിൻ്റെ വിപണി, അതിൻ്റെ മൂല്യം, ഓഹരി മൂല്യം ഇപ്പോൾ 2000 കോടി കവച്ചു വച്ചിരിക്കുന്നു. അതായത് ഒരു ഷെയറിന്റെ വില 180-110 രൂപയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 440, 460 ആ റേഞ്ചിലെത്തിയിരിക്കുന്നു ഒരു ഷെയറിന്റെ വില. ഇതിനകത്തെ 50% ഷെയറും കിറ്റക്സ് സാബുവിന്റെ പേരിൽ തന്നെയാണ്. ബാക്കിയുള്ളതാണ് പൊതു ഇടത്തിൽ പബ്ലിക് ഷെയർ കൊടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹം തെലങ്കാനയിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ്, അദ്ദേഹത്തിന്റെ കിറ്റക്സ് ഗ്രൂപ്പ്, അതിന്റെ ഫാക്ടറിയും അതിന്റെ കമ്പനിയും മറ്റ് സംഭവങ്ങളൊക്കെ തന്നെ വൻതോതിൽ ക്ലിക്ക് ആയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം ആണിത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ 2 വിഷയങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ച് പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന്, കഴിഞ്ഞ ദിവസം ഈ പുരസ്കാരം വാങ്ങിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് കിറ്റക്സിനുണ്ടായ നേട്ടം അത് കേരളത്തിലെ കിറ്റക്സിന്റെ അല്ല, തെലങ്കാനയിൽ പോയി. കാരണം കിറ്റക്സ് സാബു എം ജേക്കബിനെ ഇവിടെ ബിസിനസ് നടത്താൻ അനുവദിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അങ്ങേരുടെ ഫാക്ടറികളിൽ നിരവധി പ്രാവശ്യം കയറി ഇറങ്ങി, പല ആരോപണങ്ങൾ ഉന്നയിച്ചു, ഫൈൻ അടിപ്പിച്ചു. അതായത് ആഴ്ചയിൽ 3-4 ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിലും ഫാക്ടറിയിലും കയറി ഇറങ്ങി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ നിവർത്തിയില്ല. അദ്ദേഹം നേരെ കൂടും കുടുക്കയൊക്കെ എടുത്ത്, ഇവിടെയുമുണ്ട് ഫാക്ടറി, അദ്ദേഹം തെലങ്കാന സംസ്ഥാനത്തേക്ക് പോയി. ഫ്ലൈറ്റ് പിടിച്ചാണ് അദ്ദേഹത്തെ ഇവിടുന്ന് തെലങ്കാനയ്ക്ക് കൊണ്ടുപോയത്. അവർ തെലങ്കാന സർക്കാർ നേരിട്ട് വന്ന് ഫ്ലൈറ്റ് കൊണ്ടുപോയി. അപ്പോൾ നമ്മളൊരു സംരംഭകനെ വിമാനം അയച്ച് വരുത്തിച്ച് അവരെ നാട്ടിൽ തുടങ്ങുക. അവിടെ ആയിരക്കണക്കിന് തെലങ്കാനൻ സ്വദേശികൾക്ക് ജോലി കൊടുത്തു. മാത്രമല്ല കുഞ്ഞുടുപ്പുകൾ, കൊച്ചു കുട്ടികളുടെ ഉടുപ്പ്, അതായത് 2-3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഉടുപ്പിൽ 1-ാം സ്ഥാനത്തേക്ക്, ലോക ഉൽപ്പാദകരിൽ 1-ാം സ്ഥാനത്തേക്ക് കിറ്റക്സ് ഗ്രൂപ്പ് മാറിയിരിക്കുന്നു എന്നതും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ സ്ഥാപനം അവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ്. ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് നേട്ടം ലഭിക്കേണ്ട ഒരു സംഗതിയാണ് അടുത്ത വേറെ സംസ്ഥാനത്തേക്ക് പോയതെന്ന് ഓർക്കുമ്പോഴാണ്. അതാണ് നമ്മൾ ഈ വിഷയം ചർച്ചയുള്ള കാരണം. അല്ല, ഇപ്പൊ കൂടുതലും വ്യവസായങ്ങൾ മലയാളികൾ നിരവധി പേര് തമിഴ്നാട്ടിലും ഗുജറാത്തിലും തെലങ്കാനയിലും ഒക്കെ തന്നെ വ്യവസായങ്ങൾ തുടങ്ങുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് തമിഴ്നാട്ടിലാണ് അദ്ദേഹം തുടങ്ങുന്നത്. അദ്ദേഹം കോട്ടയംകാരനാണ്. പക്ഷേ അദ്ദേഹം ഒരു യൂണിറ്റ് തുടങ്ങി, ഈ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റാണ്. അദ്ദേഹം അതിനുവേണ്ടി അവിടെ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തെയും ഒക്കെ സമീപിച്ചു. അദ്ദേഹത്തിന് പല കാര്യങ്ങൾ പറഞ്ഞ്, കാരണം ഫുഡ് ആയതുകൊണ്ട് അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അദ്ദേഹത്തെ പല കാര്യങ്ങൾ പറഞ്ഞ് അവർ നിരുത്സാഹപ്പെടുത്തി. പലരും കൈക്കൂലി ചോദിച്ചു, കൊടി പിടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവർ വേറെയുണ്ട്, എല്ലാവരുമുണ്ട്. അദ്ദേഹം നേരെ തമിഴ്നാട്ടിൽ പോയി തുടങ്ങി. വളരെ മധുരയിലാണ് തുടങ്ങിയത്. മധുരയ്ക്കടുത്തൊരു സ്ഥലമാണ്, പേരെനിക്ക് ഓർമ്മയില്ല. വളരെ നന്നായി പോകുന്നു. 2-3 വർഷമേ ആയുള്ളൂ. മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള കാഷ്യൂ ഫാക്ടറികൾ പലതും ഇപ്പോൾ നമ്മൾ കന്യാകുമാരി ജില്ലയിലോട്ട്, തിരുവനന്തപുരം കഴിഞ്ഞ് കന്യാകുമാരിക്ക് പോകുന്ന വഴി അടുത്ത ജില്ലകളിലും നിരന്തരമായി അവിടെ എല്ലാം ഉള്ള കാഷ്യൂ ഫാക്ടറികൾ കൂടുതലും മലയാളികളാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും കിറ്റക്സിൻ്റെ സ്ഥാപനം മാറിയതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പലരും. കിറ്റക്സിൻ്റെ വളരെ പ്രശസ്തമായ സ്ഥാപനമായതുകൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ അത്ര അറിയപ്പെടാത്ത, അല്ലെങ്കിൽ കാഷ്യൂ ഫാക്ടറി എന്ന് പറയുമ്പോൾ അത് പോകുമ്പോൾ നമ്മൾ അതെപ്പോഴും അറിയാറില്ല. അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഒരു ഫാക്ടറി അവിടെ തുടങ്ങുന്നു, അവിടുത്തെ ആൾക്ക് ജോലി കിട്ടുന്നു, നന്നായി പോകുന്നു. അവിടെ പറയാൻ സാമൂഹിക പ്രശ്നം ഇതുപോലെ ഈ ഉടമസ്ഥാനത്ത് എല്ലാം വരുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു. ഇതിൻ്റെ ഈ വ്യാവസായിക സൗഹൃദം അല്ലെങ്കിൽ ഒരു വ്യവസായം നമ്മുടെ നാട്ടിൽ വളരേണ്ടതിൻ്റെ ആവശ്യകത ഇവർക്കാർക്കും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷേ ഒരുത്തിനൊന്നും തുടങ്ങണ്ട, അവൻ ബൂർഷ മുതലാളിയായി. ഒരു ചെറിയ ഒരു കട തുടങ്ങിയാൽ ബൂർഷ മുതലാളിയായി. ഇവിടെ വ്യവസായങ്ങളല്ല, വ്യാപാരങ്ങളാണ് കൂടുതലുണ്ടാകുന്നത്.
ഇവിടെ തുണിക്കടകളുണ്ട്, സ്വർണ്ണക്കടകളുണ്ട്, മറ്റ് മാളുകളുണ്ട്. ഷോപ്പിംഗ് മാളുകൾ, അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. പക്ഷേ ഒരു പൊട്ട് പോലും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഗുരുതരമായൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. നിക്ഷേപങ്ങളെ സ്വീകരിക്കാനും നിക്ഷേപങ്ങളെ ആകർഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും മടി കാണിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്നു. അയ്യോ, കേരളത്തിലാണ്, അങ്ങോട്ട് പോകരുതേ, അവന്മാർ ഉടനെ കൊണ്ട് കൊടി കുത്തും, വേണമെങ്കിൽ അടിയും തരും. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ചാവണ്ടിയും വരും, മരിക്കേണ്ടിയും വരും. ഈ അവസ്ഥയിൽ ആരെങ്കിലും 10 പൈസ കയ്യിലുണ്ടെങ്കിൽ നിക്ഷേപം തുടങ്ങില്ല. ഒരു വിദേശത്ത് നിന്ന് വന്ന ഒരാൾ, പേരെനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, അവിടെ സംരംഭം നടത്താൻ വന്നിട്ട് അയാൾ വഴിയിൽ കിടന്നതൊക്കെ ഓർമ്മയില്ലേ? ബസ് വാങ്ങിയ കോട്ടയത്ത് 4 ബസ് വാങ്ങിയ ഒരു മാള് തുടങ്ങാൻ തുടങ്ങി, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങാൻ വന്നു. അതായത് എവിടെ തിരിഞ്ഞാലും പ്രതിസന്ധികൾ മാത്രമുണ്ടെങ്കിൽ 10 പൈസ കയ്യിലുള്ളവൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നുണ്ടാക്കിയ പൈസയായിരിക്കും, കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കിയും ഉറങ്ങാതെയും ഉണ്ണാതെയും ഉണ്ടാക്കിയ പൈസയായിരിക്കും. അത് ഇവിടെ കൊണ്ട് വെറുതെ കളയാൻ ആരെങ്കിലും തയ്യാറാവുമോ? ഇല്ല. അതാണ് ഇവിടെ നിക്ഷേപം. എന്നിട്ട് ഇത്തരത്തിലുള്ള പുരസ്കാരത്തിന്റെ കഥ പറയുകയാണെങ്കിൽ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോയില്ലേ? അതെ. അവിടെ പോകുമ്പോൾ അവിടെ വരുന്ന അതിഥികൾക്കൊക്കെ ഒരു ചെറിയ മൊമെന്റോ കൊടുക്കുള്ളൂ. അവിടുത്തെ രീതിയാണ്. അവിടെ പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ദേശാഭിമാനി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ എന്തോ ഒരു പുരസ്കാരത്തിന്റെ പേര് പറഞ്ഞു, കേരളം മികച്ച ഈ ഓഹരി വിപണിയിലെ ഏറ്റവും മികച്ച നേട്ടത്തിന് കേരളത്തിന് പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ശൈലജ ടീച്ചറും മുഖ്യമന്ത്രിയൊക്കെ പുരസ്കാരം വാങ്ങിക്കുന്ന മൊമെന്റോ വാങ്ങിക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. കണ്ടിട്ടില്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അല്ല, കേരളം പോലെയുള്ള ഏറ്റവും സാക്ഷരതയിൽ മുന്നിലേക്കുന്ന ഒരു സംസ്ഥാനത്തെ ജനങ്ങളെടുത്താണ് ഇതെല്ലാം കാണിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് മനുഷ്യൻ ചിരിക്കണോ കാര്യമാണോ എന്നുള്ള ചിന്തിക്കേണ്ട അവസ്ഥ വരുന്നത്. അത് ഇത് നമ്മൾ കേരളം എന്ന് പറയുന്ന ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളുള്ള സംസ്ഥാനമായിട്ട് പോലും ഇവിടെ ഒരു കാലത്ത് ഒരുപാട് ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി എന്നുള്ളത്. പൊതുമേഖലയിൽ തന്നെ എത്ര ഫാക്ടറികൾ, അത് എത്ര എണ്ണം കൂട്ടിപ്പോയി. ഇപ്പൊ എത്ര എണ്ണം വല്ലാതെയൊക്കെ പ്രവർത്തിക്കുന്നു. പഴയ വിജയ് സൂപ്പറിന്റെ കഥയൊക്കെ അവിടെ ജോലി ചെയ്ത ഒരു ഞങ്ങളുടെ നാട്ടുകാരൻ ആലപ്പുഴ കണ്ടായിരുന്നില്ലേ? കേരള സ്കൂട്ടേഴ്സ്, അത് കേരള സോപ്സ് കോഴിക്കോട്, നമ്മുടെ വാഷ്വെൽ സോപ്പ്, സാൻഡൽവുഡ്, കേരള സാൻഡൽവുഡ് സോപ്പ് ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ വീട്ടിൽ വാങ്ങുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പോയി, എല്ലാം പോയി. എന്തിനാ നമ്മളെ കെൽട്രോൺ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അച്യുതമേനോനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി തുടങ്ങി വെച്ചാണ്. അതിൻ്റെ തലപ്പത്തേക്ക് അദ്ദേഹം ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ബന്ധുക്കളെ MD ആക്കേ ഉള്ളൂ. കാരണം മലയാളം MA പഠിച്ചവനായിരിക്കും ചിലപ്പോൾ കെൽട്രോണിൻ്റെ MD ആവരുത്. പക്ഷെ അവിടെ ഏതായാലും അന്ന് ടാറ്റാസിൽ ജോലി ചെയ്തിരുന്ന KPP നമ്പ്യാരെന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോക്രാറ്റിനെ കൊണ്ടുവന്നു. അദ്ദേഹം അവിടെ വാങ്ങിച്ചിരുന്ന ശമ്പളത്തിൻ്റെ 5 പോലും ഇവിടെ കൊടുക്കാൻ കഴിയില്ലായിരുന്നാണ് പറയുന്നത്. പക്ഷേ അച്യുതമേനോനെ പോലുള്ള ഭരണാധികാരി അദ്ദേഹത്തിന് എല്ലാ അധികാരങ്ങളും കൊടുത്തു. അദ്ദേഹം പറഞ്ഞു എന്നാണ്, കാര്യം എനിക്ക് ഈ സെക്രട്ടേറിയറ്റ് അവിടെ ചെന്ന് അവിടുത്തെ ഈ സെക്രട്ടറി ആരെ മുമ്പ് ചെന്നുകൊണ്ട് ഇതൊന്ന് ഒപ്പിട്ട് തരാമോ എന്ന് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ ഇലക്ട്രോണിക്സ് സെക്രട്ടറിയും കൂടെ ആക്കണമെന്ന് അദ്ദേഹം ഡിമാൻഡ് വെച്ചു വന്നു. അച്യുതമേനോൻ അത് അംഗീകരിച്ചു എന്ന് കേട്ടിട്ടുള്ളൂ. അങ്ങനെ സത്യമായിരിക്കാതെ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വേറെ ഈ സെക്രട്ടറി പോയി അവിടെ കാത്തിരിക്കുന്ന കാര്യമില്ല. എന്നിട്ട് എന്ത് പറ്റി? നമ്മൾ നമ്മൾ TV ഉണ്ടാക്കി, കേരളത്തിന് സ്വന്തം TV, കാൽക്കുലേറ്റർ, റേഡിയോ, ടേപ്പ് റെക്കോർഡർ, അന്നത്തെ കാസറ്റ് റിപ്ലേ ചെയ്യുന്ന ടേപ്പ് റെക്കോർഡർ, അതെല്ലാം വന്ന് നമ്മൾ അവസാനം എന്ത് സംഭവിച്ചു? അവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പം കുറച്ച് പ്രോഡക്ട്സ് ഈ ISROയ്ക്ക് വേണ്ടിയൊക്കെ കുറെ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതങ്ങനെ ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം മുൻകൈ എടുത്താണ് സത്യത്തിൽ ഒരുപാട് കെൽട്രോണിന് ഒരു പുതുജീവൻ നൽകിയത്. കെൽട്രോണിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ ട്രാഫിക് സംവിധാനങ്ങൾ ഇന്ത്യയിലുള്ളതുകൊണ്ട് ആർമി ഡിഫൻസ് വിഭാഗത്തിൻ്റെ ഒരുപാട് പ്രതിരോധ മേഖലയിൽ ഒരുപാട് ജോലികൾ, ISROയുടെ ഒരുപാട് ഈ കമ്പോണൻസ്, സാറ്റലൈറ്റിനൊക്കെ കമ്പോണൻസ്, ചില കപ്പാസിറ്ററുകൾ ഒക്കെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അതൊക്കെ. കെൽട്രോൺ താഴെ വീണിട്ടില്ല, പക്ഷേ കെൽട്രോൺ എങ്ങനെ ആകുമായിരുന്നു? ഒരു ഘട്ടത്തിൽ താഴെ പോയിരുന്നു. പിന്നെ അത് ഒരുപാട് പേര് പിരിച്ചുവിട്ടു, ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ KPP നമ്പ്യാരെ പോലെയുള്ള വളരെ ദീർഘവീക്ഷണ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനും അച്യുതനെ പോലെ ഭരണാധികാരിയും ഉണ്ടായിരുന്നിട്ട് അവരെ കാലത്ത് കുഴപ്പമില്ലാതെ പോയി. പിന്നെ KPP നമ്പ്യാർ തന്നെ കെൽട്രോൺ വിട്ടുപോയില്ല. അദ്ദേഹം അതിന് വേറെ വഴിക്ക് പോയി. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ള വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. വ്യവസായങ്ങൾ വളരണം. അത് ഏത് മേഖലയിലായാലും വ്യവസായങ്ങൾ വളരണം. അതിനുവേണ്ട പിന്തുണ സർക്കാർ കൊടുക്കണം. മാത്രമല്ല സർക്കാരിന് അത് ഗുണമല്ലേ, ടാക്സ് അല്ലേ കിട്ടുന്നത്. അതാണ് അവർക്ക്, അതായത് ഈ അവനവൻ്റെ തന്നെ ആ ഒരു നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന നയത്തിലേക്ക് ഈ സർക്കാരും പാർട്ടിയും, നമുക്ക് പാർട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം CPM എല്ലായിടത്തും എല്ലാം പൂട്ടിച്ച ചരിത്രമാണ് അവർക്ക് പൊതുവേ ഉള്ളത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് നമുക്ക് വിരോധം ഉണ്ടായിട്ട് പറയുന്നതല്ല, പക്ഷേ എല്ലാവർക്കും ചരിത്രം അറിയാമല്ലോ. ഒരു ഫാക്ടറി എന്തെങ്കിലും ഒരു സാധനം തുടങ്ങാനായി വന്നു കഴിഞ്ഞാൽ ആദ്യം കൊടി കുത്തുക, പിന്നെ സമരം ചെയ്യുക, തൊഴിലാളികളെ രംഗത്തിറക്കി സമരം ചെയ്യുക, ബൂർഷ്വ മുതലാളിയായി മാറുക.
പാവപ്പെട്ടവൻ നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് വിദേശത്ത് പോയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഭാര്യയുടെ ആഭരണം വിറ്റോ ആയിരിക്കും ചിലപ്പോൾ 10 രൂപ കണ്ടെത്തി ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നത്. അവനെ ബൂർഷ്വാ മുതലാളിയാക്കി മാറ്റുന്ന ആ നയം ഇന്നും തുടരുകയാണ്. ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ തുടരുകയാണെന്നാണ് ഏറ്റവും അതുപോലെയാണ് എം എം ഗോവിന്ദൻ നായർ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് ആരംഭിച്ചാണ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ നമ്മുടെ നാട്ടിൽ. ഞങ്ങളുടെ നാട്ടിൽ ഒരു മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് തുടങ്ങിയ പല സ്ഥലങ്ങളിലും മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പം നീളത്തിലുള്ള വലിയ ഷെഡൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കതിൽ ഇത്രയും ഭാഗം ഈ ചെറിയ ചെറിയ ബിസിനസ്സുകളാണ്, അല്ല വലിയ വ്യവസായങ്ങളാണ് പോലെ അതുപോലത്തെ. പക്ഷേ തിരുവനന്തപുരത്തുള്ള പല പ്രമുഖരും ഞങ്ങളുടെ അവിടെ നിന്ന് തുടങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് അതിനൊന്നും സംഭവിച്ചത് എനിക്കറിയില്ല. അത് ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ആ വലിയ സങ്കല്പം എം എം ഗോവിന്ദൻ നായർ പോലെയുള്ള പ്രഗത്ഭനായ ഒരു ഭരണാധികാരി കൊണ്ടുവന്ന സങ്കല്പം പോലും അത് കേരളത്തിൽ എത്ര മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇപ്പം വിജയകരമായി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. സത്യമാതല്ല അതൊക്കെ അന്ന് നന്നായി പോയിരുന്നു എങ്കിലുണ്ടല്ലോ അത് കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് വലിയൊരു ആക്കം കൂട്ടുന്ന നടപടിയായിരുന്നേനെ അത്. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാം, പക്ഷെ ചെയ്യില്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ ബദലുകൾ ഇതിനെ വെട്ടിവീഴ്ത്താനായിട്ട് ഇങ്ങനെ മുമ്പോട്ട് വരുന്നൊരവസ്ഥയിലും സർക്കാർ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉയരുമ്പോഴും കിറ്റക്സ് സാബുവിനെ പോലെയൊക്കെ ഒരു വ്യവസായിയെ നമ്മുടെ നാടിനാവശ്യമാണ്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കടക്കം തൊഴിൽ ലഭിക്കുന്നൊരു പ്രസ്ഥാനമാണ്, നമ്മുടെ നാട്ടിന് അഭിമാനമായൊരു പ്രസ്ഥാനമാണ്, നമ്മുടെ സ്വന്തം പ്രസ്ഥാനമാണ് എന്ന് കണക്കാക്കാതെ അദ്ദേഹത്തിനെതിരെയൊക്കെ തന്നെ അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞു, 2020 എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി, 2-3 പഞ്ചായത്തിൽ ഭരണം നേടി എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായി അദ്ദേഹത്തെ ആക്രമിക്കുന്ന, അദ്ദേഹത്തെ എതിർക്കുന്ന രീതിയിലേക്കും അദ്ദേഹത്തെ ഇവിടുന്ന് ഓടിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തി. അതൊക്കെ എത്ര വിഷമകരമായ അവസ്ഥയാണ്. അവിടെ തന്നെ ഇപ്പോൾ തെലങ്കാനയിൽ 50,000-ഓളം പേർക്കാണ് ജോലി കിട്ടുന്നത്. കേരളത്തിൽ ആയിരുന്നു ഈ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ 50,000 പേർക്ക് ജോലി കിട്ടുമായിരുന്നല്ലോ. അതെ, അതൊന്നും ചിന്തിക്കുന്നില്ല. എന്നാൽ 50,000 പേർക്ക് അദ്ദേഹം തൊഴിൽ കൊടുക്കുന്നു, ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് ഒരു ശക്തി പകരുന്നു എന്നൊന്നുമല്ല ചിന്തിക്കുന്നത്. പാർട്ടി ഉണ്ടാക്കി ഓടിക്കോ, ഇവിടെ നിൽക്കേണ്ട, വന്നു കഴിഞ്ഞാൽ CPM പണിയാകും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പണിയാകും എന്ന് പറഞ്ഞുകൊണ്ട് വെറും ബാലിശമായ രാഷ്ട്രീയ ചിന്താഗതി വച്ചു പുലർത്തുന്നത് എത്ര തരംതാണ അവസ്ഥയാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. മാത്രമല്ല എന്നിട്ട് ഈ തള്ളും, ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ പുരസ്കാരം കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. ഇപ്പം ഈ കിറ്റക്സ് സാബുവിന്റെ അവസ്ഥ, തെലങ്കാന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി എന്ത് സഹായം വേണം ചെയ്തു കൊടുക്കും തെലങ്കാന സർക്കാർ. അങ്ങോട്ട് സെക്കൻഡ് ഫേസ് വരുന്നുണ്ട്. അതോടുകൂടി എനിക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ അപ്പാരൽ ബിസിനസ് കേന്ദ്രമായി ഇത് ആർക്കിടെക്ട്സ് മാറും. തീർച്ചയായിട്ടും മലയാളി തുടങ്ങിയ സ്ഥാപനം ഡിസംബറിൽ അതിന്റെ തുടക്കമാണ്. അതിന്റെ പിതാവ് ആരംഭിച്ചാണ് കേരളത്തിൽ. അതുകൊണ്ട് ആ ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും കേരളത്തിൽ അവർ നിർത്തിപ്പോകാത്തത്. തീർച്ചയായിട്ടും അതിന്റെ പിതാവൊക്കെ തുടങ്ങി അവർ വളർത്തിക്കൊണ്ടുവന്ന കേരളത്തിന്റെ ഒരു വ്യവസായമാണത്. അതുകൊണ്ടായിരിക്കും കേരളത്തിലെ വ്യവസായം തന്നെ അവർ നിർത്തിയിട്ടില്ല. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് നന്നായി ഇതിപ്പോൾ അങ്ങോട്ട് മാറ്റി വരുന്നു. അവിടെ ഭംഗിയ കാര്യങ്ങളൊന്നും നടന്നു പോകുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു അവിടുത്തെ സർക്കാർ. കാരണം ആ സർക്കാരിനൊരു നേട്ടമാണത്. അവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം. അവിടെ ആര് ഭരിച്ചാലും അവരുടെ നാട്ടിൽ, തമിഴ്നാട്ടിൽ അങ്ങനെ പ്രത്യേകത ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ADMK ഭരിച്ചാലും DMK ഭരിച്ചാലും തമിഴ്നാടിൻ്റെ വികസനം അവിടെ എന്തെങ്കിലും ഒരു കാര്യം വരുമെന്ന് പറഞ്ഞാൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതൊന്നും ഒരു സംശയമില്ല. നമ്മൾ നോക്ക്, തമിഴ്നാട്ടിലൊന്ന് പോയി നോക്കൊന്ന് യാത്ര ചെയ്ത് നോക്ക്. മദ്രാസിൽ തന്നെ ആ നഗരം വിട്ട് കഴിഞ്ഞാൽ എത്ര കാർ പ്ലാന്റുകളാണുള്ളത്. വലിയ BMW ഉൾപ്പെടെ കമ്പനിയുടെ കാർ പ്ലാന്റുകൾ അവിടെ ഉണ്ട്. അല്ല, കേരളത്തിലെ നിസാൻ തുടങ്ങാനിരുന്നതല്ലേ, ഓടിയില്ലേ മദ്രാസിലേക്ക്. BMW നമ്മുടെ ഹൈവേയിലെ ഹൈവേയുടെ ആ ഭാഗത്തായിരുന്നു BMW ഷോറൂമും. അതിന്റെ ശരിക്കും പറഞ്ഞാലേ നമുക്കത് വിഷമത്തോടെ ഓർക്കേണ്ട കാര്യം, ഉമ്മൻചാണ്ടി കേരളത്തിലെ വ്യവസായങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിനുണ്ടായ അനുഭവം നമുക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഒരു നല്ലത് ചെയ്ത ഒരു മനുഷ്യനെ എങ്ങനെയെല്ലാമായിട്ട് പാടുപെടുത്താന്നാണ്. അതിന് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല, സ്വന്തം പാർട്ടി എന്ന പോലും അദ്ദേഹത്തിന് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു BMW അതിൻ്റെ അധികൃതർ കേരളത്തിൽ ചർച്ച നടത്താൻ വന്ന ദിവസമാണ് ഇവിടെ ഹർത്താൽ ഹർത്താലായിരുന്നു. അപ്പോൾ അവർ ഹർത്താൽ കണ്ടിട്ടില്ല. വന്ന സാഹിബിന് ഹർത്താൽ എന്താണെന്നറിയില്ല. ഇവിടെ നോക്കുമ്പോൾ ഓടിച്ചിട്ട് വണ്ടി എറിയുന്നു, അടിച്ച് പൊട്ടിക്കുന്നു, തകർക്കുന്നു, കുറേ പേര് വടിയും കൊണ്ട് ഓടുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കേരളത്തിലെ മാത്രമുള്ള ഒരു ആചാരമാണ്. ഇത് ഞങ്ങൾ പ്രഖ്യാപിക്കുക, ഞങ്ങൾ അപ്രതീക്ഷിതമായിരിക്കും. അവർ ആലോചിച്ചിട്ട് സ്വാഭാവികം അത് മനുഷ്യർ കോടിക്കണക്കിന് രൂപ മുടക്കുന്ന ആളുകളെ അവർ പിന്നെ വല്ലവരും നല്ലോണം നീക്കും. അവർ വേറെ ലോകത്ത് ഒരു രാജ്യത്ത് പോയാലും ഇങ്ങനെ ഒരു അവസ്ഥ അവർ കണ്ടിട്ടില്ലായിരിക്കും. ശരിയാണ്. ഇപ്പൊ ഈ വൻകിട കമ്പനികളൊക്കെ തന്നെ, വൻകിട കാർ കമ്പനികളൊക്കെ സംബന്ധിച്ചാണ് അവർക്ക് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുടെ പ്ലാന്റുകളാണ്. അവർക്കൊന്ന് കേരളത്തിനും കിട്ടുമായിരുന്നു. നമുക്കതിന്റെ ടാക്സ് കിട്ടിയേനെ, ആൾക്കാർക്ക് ജോലി കിട്ടിയേനെ, ഇതുപോലെ തന്നെ വ്യാവസായിക സൗഹൃദവും വ്യാവസായിക വികസനവും ഒക്കെ സാധ്യമായേനെ. അതൊക്കെയാണ് അന്ന് നഷ്ടപ്പെട്ടത്. ഇത് കേരളത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. കേരളം എന്ന വിദ്യാഭ്യാസമുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. കേരള ജനതയുടെയല്ല, ഇവിടുത്തെ ഭരണവർഗത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇവിടെ ആളുകളെ ഇത്തരത്തിൽ ഒഴിവാക്കി വിടാൻ കഴിയുന്നതും ശ്രമിക്കുന്നു. മറ്റു പല സംസ്ഥാനങ്ങൾ, നിങ്ങൾ വരൂ, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഞങ്ങൾ വരികയാണ് നിങ്ങളെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് വിളിച്ച്
സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ വരുന്നവനിട്ട് തലക്കിട്ട് അടി കൊടുക്കുന്നത് എങ്ങനെ, കൊടി കെട്ടുന്നത് എങ്ങനെ, കൊടി കുത്തുന്നത് എങ്ങനെ, ഒരുത്തൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നത് എങ്ങനെ എന്ന ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്, രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഒരു നാടെങ്ങനെ നന്നാവും, ഒരു നാടെങ്ങനെ വികസിക്കും, ഒരു നാട്ടിൽ എങ്ങനെ പണം വരും, സമ്പത്ത് വരും, എങ്ങനെ നിക്ഷേപങ്ങൾ വരും. 2021 22 കാലഘട്ടത്തിൽ ഏതാണ്ട് 748 കോടി രൂപയുടെ നിക്ഷേപം, വിദേശ നിക്ഷേപം ഇവിടെ വന്നെന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ കണക്ക് ചോദിച്ചപ്പോഴത്തേക്കും അത് പറയാൻ 748 കോടി രൂപയുടെ നിക്ഷേപം ഒരു വർഷം കൊണ്ട് ഒരു സംസ്ഥാനത്ത് വന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ വിശദാംശങ്ങൾ പറയില്ല, വന്നു എന്ന് പറഞ്ഞ് അങ്ങ് അവതരിപ്പിക്കും. ലോക കേരള സഭ നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ ജിമ്മുകൾ നടത്തുമല്ലോ, ജിം എന്താണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പലതും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ വന്ന് ഓരോരുത്തരും വന്ന് ടൈ കെട്ടി വന്ന് ഓരോരുത്തർ പല പ്രഖ്യാപനം നടത്തിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും വന്നില്ല എന്നുള്ളതാണ് അതിന്റെ പരമമായ സത്യം. ഇടതുപക്ഷം ജിമ്മിന് പണ്ട് എതിരായിരുന്നല്ലോ. പിന്നെ അവർ അല്ല അത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർക്കുന്ന എന്തായാലും ഭരണം കിട്ടിയാൽ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് അവർ പരിപാടി തുടങ്ങും. അത് തന്നെ, അതാണ് ഈ അദാനി പോർട്ട്, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ സംഭവിച്ച അതാണ്. കടൽ കൊള്ള എന്ന് പറഞ്ഞ് ദേശാഭൻ റിപ്പോർട്ട് ചെയ്തു 6000 കോടി രൂപയുടെ കൊള്ളയാണ് ഉമ്മൻചാണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരായി കഴിഞ്ഞപ്പോഴത്തേക്കും വിഴിഞ്ഞം പിന്നെ അങ്ങ് തേനും പാലും ഒലിക്കുകയാണ്. വിഴിഞ്ഞം ഒരു കപ്പൽ വരുമ്പോൾ ദേശാഭിമാനി എഴുതുന്ന എഴുത്ത് കാണണം, അവരുടെ ഓൺലൈനിൽ നോക്കണം. ഒരു കപ്പൽ അവിടെ മദർഷിപ്പ് ഒരെണ്ണം വന്നു, അടുത്തത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി മദർഷിപ്പ് അവിടെ ക്യൂ നിൽക്കുമെന്നാണ് പറയുന്നത്. നിൽക്കട്ടെ, തീർച്ചയായിട്ടും അത് ഗുണകരമായ അവസ്ഥയാണ്. നമ്മുടെ നാടിന് അത് സാമ്പത്തികമായും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ നേട്ടമാണ്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടുന്ന പരിപാടി അതത്ര സുഖകരമല്ലെന്ന് തോന്നുന്നു. അല്ല, നമ്മളെ സംബന്ധിച്ച് ലോട്ടറി ഉണ്ട്, മദ്യമുണ്ട്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ കേരളം സുഭിക്ഷം, സുന്ദരം, സുരഭിലം. പണ്ടത്തെ പോലെ മദ്യശാലകളിൽ വലിയ ക്യൂ ഒന്നുമില്ല, അത് ആളൊക്കെ മനസ്സിലായി തുടങ്ങി. മാത്രമല്ല ഇതൊന്നും ഇതുപോലെ കേരളത്തിൽ പിന്നെ മദ്യം ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഏതൊക്കെ 1-2 ഫാക്ടറികൾ സർക്കാരിന്റെ ട്രാവൻകൂർ ഷുഗർ അല്ലേ, നാട്ടിലെ മാത്രമേ ചെങ്ങന്നൂര്. പക്ഷേ ഇതൊക്കെ തന്നെ ഈ ലോട്ടറി എന്നുള്ളത് രാവിലെ നമ്മൾ രാവിലെയായിട്ടും എല്ലാം റോഡ് ഇറങ്ങുമ്പോൾ കാണുന്നതാണ്. ലോട്ടറി നന്നായിട്ട് പോകുന്നത് അതുകൊണ്ട് ലോട്ടറി കൊണ്ടുള്ള ഒരു ഗുണം ഞാൻ കാണുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ കഷ്ടപ്പെട്ട് അവരിതുകൊണ്ട് ജീവിക്കുന്നു. വയ്യാത്തവരും ശാരീരിക വയ്യാത്തവരൊക്കെ തന്നെ ജീവിക്കുന്നുണ്ട്, സ്ത്രീകളും ഒക്കെ തന്നെ ഇങ്ങനെ ചെറിയ. ഇത് മതിയോ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ നന്നായി, അതൊക്കെ പൊയ്ക്കോട്ടെ, ലോട്ടറിയൊക്കെ വിറ്റോട്ടെ, കുഴപ്പമൊന്നുമില്ല, മദ്യവും ആളുകൾ കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ. പക്ഷേ ഇവിടെ ഒരു വ്യവസായം വേണ്ട, ഒന്നും വേണ്ട, വളരണ്ടെന്ന് ചിന്തിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളെ അടുത്ത തലമുറ, നമ്മുടെ മക്കളെയൊക്കെ തലമുറ ഉണ്ടല്ലേ, അവരൊന്നും എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ നിൽക്കില്ലായിരിക്കും. ഇല്ല, അവരെല്ലാം ഇപ്പോഴും തന്നെ ഏതാണ്ട് ഇത്ര ശതമാനം ആൾക്കാർ വിദേശത്തായി കഴിഞ്ഞു. അവരാരും ഇനി തിരിച്ച് ഇങ്ങോട്ട് ജോലി തേടിയൊന്നും വരാൻ പോകുന്നു എന്ന് തോന്നുന്നില്ല. അതെ, പുതിയ തലമുറ അങ്ങോട്ട് തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്, ഇവിടെ നിൽക്കണം എന്ന്. അവരുടെ എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വേറെ ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി അവർ അവിടെ പോയി ചെയ്യും. അവിടെ പോയി അവർ വ്യവസായങ്ങൾ തുടങ്ങും, അല്ലെങ്കിൽ ഇപ്പോൾ വ്യവസായത്തിന് സഹായിക്കും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ അവർ ഭംഗിയായിട്ട് അവർ വളരും. നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കും, നമ്മൾ കൊടി പിടിച്ചപ്പോഴും മുദ്രാവാക്യം വിളിക്കുകയായിരിക്കും. പിന്നെ നമ്മുടെ നേതാക്കന്മാരെ മക്കൾക്കെല്ലാം വിദേശത്ത് വ്യവസായങ്ങൾ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു ബാക്കിയുള്ള വലിയ കമ്പനികളുടെ വൈസ് പ്രസിഡന്റ് ആണ്, സ്വന്തമായ വ്യവസായമുണ്ട്, വലിയ ജോലിയുള്ളവരുണ്ട്. അവരൊക്കെ മക്കളെല്ലാം വിദേശത്ത് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും പോകും. പിന്നെ ഇവിടെയുള്ളവരുടെ മക്കളോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോ എങ്ങനെയായാലും തല്ലുകൊള്ളാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പേരെ അവർക്ക് ബാക്കിയാണ്. അതുകൊണ്ട് ഈ അണികളുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു ബ്രാഞ്ച് സമ്മേളനത്തിൽ, കണ്ണൂർ ഏതോ ഒരു ബ്രാഞ്ചിന്റെ സമ്മേളനത്തിൽ. അതായത് യുവാക്കളായ അണികളുടെ എണ്ണം കുറയുന്നു. അതായത് കൊടി പിടിക്കാനും അടി വാങ്ങിക്കാനും കൊല്ലാനും തല്ലാനും പോകാൻ ആളെ കിട്ടുന്നില്ല എന്ന പരാതിയാണ് പരോക്ഷമായിട്ട് ഉന്നയിക്കുന്നത്. അല്ല, അത് സത്യമാണ്. കാരണം നമുക്ക് ഇപ്പോൾ കുറച്ച് കാലം രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നുമില്ല. ഇപ്പോൾ CPM ഒക്കെ നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ പ്രതികളെല്ലാം തന്നെ പ്രൊഫഷണൽ വാടക കൊണ്ടാണല്ലോ. പണ്ട് അങ്ങനല്ല, പാർട്ടി അണികൾ പോയി കൊല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരും. പിന്നെയാണ് ഇവർ ജയിലിൽ കിടന്നപ്പോഴാണ് മനസ്സിലായത് നേതാക്കന്മാരുടെ മക്കൾ അമേരിക്കയിൽ പഠിക്കുകയും അവർ അതിനേക്കാളും വരെ വേറെ രാജ്യത്ത് സ്വന്തമായിട്ട് ബിസിനസ് നടത്തി ശതകോടീശ്വരന്മാരെ ജീവിക്കുകയും ചെയ്യുന്ന സത്യം പിന്നെയാണ് ഇവർക്കും മനസ്സിലായത്. ഇവർ ഈ പാവങ്ങൾ ഇതൊന്നും അറിയുന്നില്ലായിരുന്നിരിക്കാം. കാലം മാറി, ഇവൻ കൂലിപ്പണിക്ക് പോകുന്നതുകൊണ്ടായിരിക്കും ആ കുടുംബം കഴിയുന്നത്. അതെ അതെ, കുടുംബത്തെ നോക്കുന്നൊക്കെ പറയും, ആദ്യം കുറച്ചാൾ നോക്കും, പിന്നെ നമ്മുടെ പുഷ്പന്റെ അവസ്ഥയൊക്കെ അറിയും. അതെ, അതുപോലെ അല്ല, അതൊക്കെയാണ് കാര്യം. എന്താണോ പറയുന്നത് അതിൻ്റെ വിപരീതം ചെയ്യുക എന്നുള്ളത് ഒരു ആചാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ സാബു ജേക്കബിന് ലഭിച്ച ഈ നേട്ടമെന്ന് പറയുന്നത് ശരിക്കും ഇത് കേരളത്തിൻ്റെ നഷ്ടമാണ്. അങ്ങനെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി അല്ലെങ്കിൽ തെലങ്കാന സംസ്ഥാനം സംബന്ധിച്ചൊക്കെ വലിയ അഭിമാനകരമായ നേട്ടമാണ്. ഒരു മലയാളി എന്നുള്ള നിലയിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. തീർച്ചയായും അദ്ദേഹത്തിന് ലഭിച്ച ഈ ഒരു നമ്മുടെ നാടിനാണ് നഷ്ടം. ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ നാടിനാണ് നഷ്ടം. അദ്ദേഹത്തെ വെറും രാഷ്ട്രീയം പറഞ്ഞ്, വെറും സിമ്പിൾ രാഷ്ട്രീയം പറഞ്ഞ് ഇവിടുന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മറ്റ് സംസ്ഥാനത്തേക്ക് പോവുകയായിരുന്നു. ഇത് ശരിക്കും ഇത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്, പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ഞങ്ങൾ നിക്ഷേപ സൗഹൃദം അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രി ഫ്രണ്ട്ലി അവാർഡ് മേടിച്ചു, അത് മേടിച്ചു, ഇത് മേടിച്ചു എന്ന് പറഞ്ഞ് കുറേ കണക്കുകൾ നിരത്തുകയും അവാർഡ് പോലെ മൊമെൻറ്റോ വാങ്ങി അതിൻ്റെ ഫോട്ടോ പത്രത്തിലിടുകയും ഒക്കെ ചെയ്യുന്നത് അല്ല യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നമ്മൾ നിക്ഷേപ സൗഹൃദം
അല്ല എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് സാബു എം ജേക്കബ് ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയത്. പോയത് അദ്ദേഹത്തിന്റെ അവിജയം, തീർച്ചയായിട്ടും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം ജോലി ചെയ്യുന്നവരെയും ഒക്കെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്കും അഭിമാനിക്കാം. അദ്ദേഹം നമ്മുടെ നാടിന് തീർച്ചയായിട്ടും ഒരു അഭിമാനമായി മാറിയേനെ. തെലങ്കാന എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ക്ഷണിച്ച കാലത്തുള്ള സർക്കാരല്ലെന്ന് തോന്നുന്നു, ഭരണം മാറിയെന്ന് തോന്നുന്നു ഇപ്പോൾ കോൺഗ്രസ്. എന്നാൽ പോലും അവരാരും ഒരിക്കലും അവിടുത്തെ വ്യവസായമൊന്നും മറ്റേ സർക്കാരാണ് കൊണ്ടുവന്നത്, അതിന് പൂട്ടിക്കാതെന്ന് ഒരു വിചാരിക്കും. ചന്ദ്രശേഖർ റാവു ആയിരുന്നു മുഖ്യമന്ത്രി, ഇപ്പം രേവന്ത് റെഡ്ഡിയാണ് മുഖ്യമന്ത്രി. അത് അദ്ദേഹം യുവാവായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ തീർച്ചയായിട്ടും പൂർണ്ണമായി അംഗീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടി എല്ലാ വാഗ്ദാനങ്ങളും നൽകി കഴിഞ്ഞു. അതാണ് വേണ്ടത്. ഇവിടെ പിന്നെ സമരം നടത്തുമ്പോൾ പോലും അന്വേഷിക്കും നമ്മളാളാണോ മറ്റവൻ്റെ ആളാണോ. ഇപ്പം നമ്മളാളാണെങ്കിലും കിട്ടും, എന്നാലും പണ്ട് മറ്റവൻ്റെ ആളാണെന്ന് നോക്കുള്ളായിരുന്നു. അപ്പോൾ ഏതാണെങ്കിലും ഈ ഇത്തരത്തിലുള്ള ഈ പിന്നെ ഇല്ലാത്ത മേനികാട്ടിയുള്ള പുരസ്കാരം വാങ്ങി വെച്ചിരുന്ന ഒരു കാര്യമില്ല. ഇത് കേരളത്തിലെ ഭാവി തലമുറയോട് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു പാതകം തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഈ കേരളത്തെ ഈ വ്യവസായങ്ങളെ ശോഭറമ്പാക്കുന്ന ഒരു രീതി. അന്യ സംസ്ഥാനങ്ങൾ വളരുമ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നമുക്ക് അത് കണ്ടുനിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതെ, PR വർക്ക് നിർത്തി പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ശ്രമിച്ചാൽ നന്നായി. നമസ്കാരം.